ഇടുക്കി കൂട്ടാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കമ്പംമേട്ട് പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടി വൈകുന്നു. സംഭവത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ SP നിർദ്ദേശിച്ചിട്ടും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. കുമരകംമെട്ട് സ്വദേശി മുരളീധരന് കമ്പംമേട്ട് CI ഷമീർ ഖാന്റെ മർദ്ദനത്തിൽ പല്ല് നഷ്ടപ്പെട്ടിരുന്നു. പുതുവത്സര ദിനത്തിലെ കമ്പംമേട്ട് CI ഷമീർ ഖാന്റെ പരാക്രമം. ഓട്ടോറിക്ഷ തൊഴിലാളിയായ കുമരംമെട്ട് സ്വദേശി മുരളീധരന്റെ മുഖത്ത് ആഞ്ഞടിച്ച CI രോഷം അത്രയും തീർക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പുതുവത്സര രാത്രിയിലെ പോലീസിന്റെ ക്രൂരത. ഷമീർ ഖാന്റെ അടിയിൽ പല്ലുപോയ മുരളീധരൻ പരാതി നൽകി 1 മാസം പിന്നിടുമ്പോഴും നടപടി എങ്ങും എത്തിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ജനം TV നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ ഇടുക്കി SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു കട്ടപ്പന ASPക്ക് നൽകിയ നിർദ്ദേശം. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ വെള്ളപൂശിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും സംഭവം വിവാദമായതോടെ ഇത് നൽകിയില്ല. പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് സമയവും കിട്ടിയിട്ടില്ല. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് നിലവിൽ പരാതിക്കാരനായ മുരളീധരൻ. ഓഫീസിലേക്ക് SP ഓഫീസിൽ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് അവര് ഫോർവേഡ് ചെയ്തിട്ട് കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെ ഒന്നും നന്നായിട്ട് അറിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പോരല്ലോ ജനത്തിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള നാളുകളിൽ ഉണ്ടാവരുത്. നാളുകളിൽ എനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നോർത്തുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് കൂടുതൽ എന്നെ പ്രേരിപ്പിച്ചത്. CI എന്ന് പറയുന്ന ആളുടെ മേളിലും ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവര് എന്താണ് ഇതിനൊരു നടപടി എടുക്കേണ്ടതെന്നുള്ളത് അവര് ആലോചിച്ച് അവർ ചെയ്യട്ടെ. നമ്മളിപ്പം അട്ടിമറി എന്ന് പറയുമ്പോൾ ഇതിനൊരു സാധാരണ ഒരു തെളിവല്ലേ. തെളിവെന്ന് പറഞ്ഞാൽ തക്കതായ ഒരു തെളിവാണ്. അടിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്തത്. ഒന്നടിച്ച് സാധാരണ ലെവലിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒരാളെ തള്ളിവിട്ടു, ഇല്ലേ ഒരാൾ പോകുന്നു, അത് പിന്നെയും ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിന് ബുദ്ധിമുട്ട് പിന്നീട് കൂടുതൽ ഉണ്ടാകുന്നു. പരാതി നമ്മൾ SPക്ക് കൊടുത്തു, IG-ക്ക് കൊടുത്തു, DGPക്ക് കൊടുത്തു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. തീരുമാനം ഉണ്ടാവണം, പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നോർത്താണ് നമ്മളിങ്ങനെ ചെയ്തത്. പക്ഷേ അത് തീരുമാനം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ തന്നെ 1 മാസത്തോളം ആകാൻ പോകുന്നു. അതിന് ഒരു തീരുമാനങ്ങളും ആയില്ല. അപ്പം പിന്നെ ഇനി കോടതിയെ സമീപിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. അതേസമയം അന്വേഷണം നടക്കുന്നതിനിടെ ASPക്ക് സ്ഥലമാറ്റം കിട്ടിയതാണ് അന്വേഷണം നീണ്ടുപോകാനും റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്നതിനും കാരണമെന്നാണ് പോലീസിന്റെ പുതിയ വാദം. സംഭവ ദിവസം പ്രദേശത്ത് ചില ആളുകൾ സംഘർഷമുണ്ടാക്കുന്നുവെന്നറിഞ്ഞാണ് എത്തിയതെന്നും പോലീസ് പറയുന്നു. ഇതിൽ കേസ് ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. നിലവിൽ കട്ടപ്പന DYSP നിഷാദ് മോനാണ് അന്വേഷണം നടത്തുന്നത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും കോടതിയെ സമീപിക്കാനുമാണ് മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനം, ഇടുക്കി.